അസ്സലാമു അലൈക്കും. പെരുന്നാളൊക്കെ വരുമല്ലേ, നമുക്ക് ഹാൻഡ് ഗോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഈ ഹാൻഡ് ഗോൺ ഉണ്ടാക്കാൻ എന്തെല്ലാം ആവശ്യമാണെന്നുള്ളത്. ഹെന്ന പൗഡർ വേണം, പിന്നെ എസെൻഷ്യൽ ഓയിൽ, പഞ്ചസാര, വെള്ളം, പിന്നെ നമുക്ക് സെല്ലോഫൻ ഷീറ്റും ഒരു സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു വെയ്റ്റിംഗ് മെഷീൻ, ഗ്രാമിൻ്റെ ഒരു വെയ്റ്റിംഗ് മെഷീൻ ആവശ്യമാണ്. പിന്നെ നമുക്ക് ടേപ്പും ആവശ്യമാണ്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 5 ഫിൽറ്ററിൻ്റെ ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ നല്ല കളറൊക്കെ കിട്ടാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേയില ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ആ വെള്ളം ചൂടാറിയതിന് ശേഷം നല്ല രീതിയിൽ അരിച്ചെടുക്കുക. ഒരു തേയിലക്കൊന്ത് പോലും ഇല്ലാതെ നന്നായിട്ട് അരിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് ഞാനിവിടെ വെള്ളത്തിന് പകരം ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് തേയിലയുടെ തേയിലയിട്ട ആ ഒരു വെള്ളമാണ്. ആ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിനകത്ത് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റിലെ ഷുഗറും ഹെന്ന പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. 30 ഗ്രാം ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ 150 മുതൽ 200 ml വരെ നമുക്ക് വാട്ടർ ഉപയോഗിക്കാം. വാട്ടർ എന്ന് പറയുന്നത് ഇവിടെ ഈ തേയില വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. 150 മുതൽ 200 ml വരെ ആ ഒരു വെള്ളം ഉപയോഗിക്കാം. പിന്നെ ഓരോ മെഹന്തി പൗഡറിൻ്റെ അനുസരിച്ചാണ് അതിനകത്ത് വെള്ളം ചേരുന്നത്. പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് എസെൻഷ്യൽ ഓയിലാണ്. എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് 30 ml എസെൻഷ്യൽ ഓയിലാണ് 100 ഗ്രാം പൗഡറിന് വേണ്ടുന്നത്. ഞാനിവിടെ 100 ഗ്രാം പൗഡറാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിന് 30 ml എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഓരോന്ന് ചേർക്കും തോറും നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷമേ പിന്നെ ഓരോന്നോരോന്ന് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തത് നമ്മൾ ഹെന്ന പൗഡർ ഇട്ട് പിന്നെ ഷുഗർ ഇട്ട് മിക്സ് ചെയ്യണം. പിന്നെ വാട്ടർ ഇട്ട് കൊടുക്കണം. പിന്നെ മിക്സ് ചെയ്യണം. അതിന് ശേഷം ഓരോന്ന് ഇട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ നമ്മളെല്ലാം ചേർത്തതിന് ശേഷം അഥവാ വെള്ളം ഇച്ചിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് അതിൻ്റെ ഒരു ബാലൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് ലൂസ് പരുവം ആവരുത്, ഒരുപാട് ടൈറ്റ് പരുവവും ആവരുത്. പിന്നെ ഡൈ റിലീസ് കഴിയുമ്പോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് ലൂസാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ ലൂസും ആവില്ല, കൂടുതൽ ടൈറ്റും ആവാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒതുക്കി വെച്ച് നമുക്ക് അങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഡൈ റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 മണിക്കൂർ മുതൽ നമുക്ക് 24 മണിക്കൂർ വരെ ഡൈ റിലീസ് വെക്കാം. പിന്നെ ചൂട് സമയമൊക്കെ ആണെങ്കിൽ ഒരു 6-7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ നല്ല ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അത്രയും സമയം വേണ്ടി വരും. പിന്നെ തണുത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു 12 മണിക്കൂറൊക്കെ ഡൈ റിലീസിന് വെക്കുന്നത് നല്ലതാണ്. അന്നേരം ദാണ്ടെ ഡൈ റിലീസ് ഇനി വെക്കാൻ പോവുകയാണ്. അതിൻ്റെ ഡൈ റിലീസൊക്കെ കഴിഞ്ഞ് ദാണ്ട് ഞാൻ എടുത്തു. നമ്മൾ ഡൈ റിലീസിന് വെക്കുമ്പോൾ നമ്മൾ എയർ ടൈറ്റായിട്ട് വെക്കണം, എയർ കയറാൻ പാടില്ല. ഒന്നിയിൽ എന്തെങ്കിലും വെച്ച് അടയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ക്ലിങ് ട്രാപ്പില്ലേ അത് ഉപയോഗിച്ച് ഒന്ന് മൂടി വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു സ്പൂൺ വെച്ചോ സ്പാച്ചില വെച്ചോ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബീറ്റർ ഉള്ളവരാണെങ്കിലും ബീറ്റർ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വശങ്ങളിലേക്കും ചെന്ന് നന്നായിട്ട് മിക്സ് ആവുന്നതാണ്. അന്നേരം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിന് അടുത്ത പാർട്ട് വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. കണ്ടോ ആ ഒരു പരുവം കണ്ടോ? ഇപ്പം ഈ ഒരു മെഹന്തിയുടെ കറക്റ്റ് പരുവമാണ് വന്നിരിക്കുന്നത്. ആ ഒരു ലൂസ് നമ്മളിങ്ങനെ പൊക്കി നോക്കുമ്പോൾ ആ ഒരു ടെക്സ്ചർ ആയിരിക്കണം അതിനുണ്ടാവേണ്ടത്. ആ ഒരു പരുവം കണ്ടോ? അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. താങ്ക് യു.